നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സെപ്റ്റംബർ 7-ാം തീയതി ശനിയാഴ്ച നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിനായക ചതുർത്ഥിയാണ്, അഥവാ ഗണേശ ചതുർത്ഥിയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്, എങ്ങനെ ആചരിക്കണം എന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും നമുക്കൊന്നും കൂടി അതൊന്ന് ഓർക്കാം. അറിയാമല്ലോ, നമ്മുടെ ഏത് ആഘോഷമാണെങ്കിലും അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ആരോഗ്യം തരുന്നതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ ഗണേശ ചതുർത്ഥിയും അതിൽ നിന്നൊട്ടും ഭിന്നമല്ല. അതെങ്ങനെയാണ് അതിൻ്റെ വ്രതം അനുഷ്ഠിക്കേണ്ടത്, ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ശനിയാഴ്ച ആണല്ലോ നമ്മുടെ വിനായക ചതുർത്ഥി. അപ്പോൾ എല്ലാ വ്രതവും പോലെ തന്നെ തലേ ദിവസം ഒരിക്കലുമാണ്, അതായത് വെള്ളിയാഴ്ച ഒരു നേരം മാത്രമേ അരിഭക്ഷണം കഴിക്കാവുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ മറ്റെന്തെങ്കിലും കഴിക്കാം. ഗോതമ്പിൻ്റെയോ ഇല്ലെങ്കിൽ ഓട്സ്, റാഗി, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പാല്, പഴം ഇതൊക്കെ കഴിക്കാം. അരിഭക്ഷണം ഒഴിച്ച് ബാക്കി എല്ലാം കഴിക്കാം. അതേപോലെ തന്നെ അന്ന് സന്ധ്യ ആകുമ്പോൾ നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ ഗണേശ വിഗ്രഹം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ, ഇനി അഥവാ ഇതൊന്നും ഇല്ലെങ്കിൽ ഗണേശനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കീർത്തനമൊക്കെ ചൊല്ലണം. ഇനി ഗണേശൻ്റെ ഒത്തിരി കീർത്തനമൊന്നും അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഓം ഗം ഗണപതയെ നമ അതൊരു 108 പ്രാവശ്യം ഇല്ലേ, ധാരാളമായി. പിന്നെ നമുക്ക് പലതും അറിയാമില്ല, ഗജാനനം ഭൂതഗണാതിസേവിതം അങ്ങനെയുള്ള ചെറിയ ചെറിയ ശ്ലോകങ്ങളൊക്കെ അതൊക്കെ ചൊല്ലുക. പിന്നെ പിറ്റേ ദിവസം രാവിലെ, അതായത് ഗണേശ ചതുർത്ഥിയുടെ അന്ന് രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ നമ്മൾ വിളക്കൊക്കെ കൊളുത്തിയിട്ട് കീർത്തനങ്ങൾ ചൊല്ലുക. ഗണേശ സ്തുതികളെല്ലാം അതുണ്ടെങ്കിൽ ചൊല്ലുക. ഇല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഓം ഗം ഗണപതയെ നമാന്ന് ഒരു 108 പ്രാവശ്യം ചൊല്ലുക. പക്ഷെ നമുക്ക് നിവേദ്യം വേണമെങ്കിൽ എന്തെങ്കിലും സമർപ്പിക്കാം ഭഗവാന്റെ മുമ്പിൽ അന്ന്. കാരണം ഇത് ഗണേശൻ്റെ മനസ്സൊക്കെ ഒരു കുഞ്ഞിനെ പോലെയാണെന്നാണ് പറയണേ. ഇപ്പോൾ കൊച്ചുങ്ങൾക്ക് പിറന്നാൾ, അദ്ദേഹത്തിൻ്റെ പിറന്നാളാണത്. അന്നേരം എന്തെങ്കിലും കൊടുക്കുന്നതൊക്കെ അവർക്ക് സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊന്നും ഇല്ലയോ, ഒരു പഴം എടുത്തുകൊണ്ട് വയ്ക്കാം. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്ന് നമുക്കറിയാമല്ലോ, മോദകമാണ് അല്ലേ, അതായത് നമ്മുടെ കൊഴുക്കട്ട. അതുണ്ടാക്കാൻ എന്താ വിഷമം ഇരിക്കണേ, അരിപ്പൊടി എടുക്കുക, ചൂടുവെള്ളത്തിൽ ശകലം ഉപ്പും ചേർത്ത് കുഴയ്ക്കുക, എന്നിട്ട് തേങ്ങയും പഞ്ചസാരയും കൂടെ എടുത്ത് അതിൻ്റെ അകത്ത് വെച്ച് ഉരുട്ടി ഉണ്ടാക്കിയാൽ പോരെ, വളരെ ഈസി. അത് പറ്റുവാണെങ്കിൽ അതുണ്ടാക്കി കൊടുക്കുക. രാവിലെയല്ല, ഇനി ശനിയാഴ്ച വൈകുന്നേരം ആണെങ്കിലും നമ്മൾ വിളക്ക് കൊളുത്തി കഴിയുമ്പം അത് കൊടുക്കുക. പിന്നെ ബാക്കി നമുക്കെല്ലാവർക്കും കഴിക്കാമല്ലോ. വളരെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ, എല്ലാവരും കൂടെ ഭഗവാന്റെ പേരും പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ കഴിക്കുന്നത്. അന്നും ഈ പറഞ്ഞതുപോലെ തന്നെ അരിയാഹാരം കഴിക്കരുത്, ഗോതമ്പ് ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാം. അപ്പോൾ ഇതിലെന്താ ബുദ്ധിമുട്ടിരിക്കണേ, ആർക്കും ഒരു ബുദ്ധിമുട്ടും കാണില്ല. റവി ഉപ്പുമാവ് ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമോ, ഓട്സ് ഉണ്ടാക്കാം. ഇങ്ങനെ ഇതൊക്കെ കഴിച്ച് നമുക്ക് കഴിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, പറ്റുമെങ്കിൽ നമ്മൾ ക്ഷേത്രദർശനം നടത്തണം. നമുക്കറിയാമല്ലോ, ഗണേശ ചതുർത്ഥിയുടെ അന്ന് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും അഷ്ടദ്രവ്യ ഗണപതി ഹോമമുണ്ട്. പറ്റുമെങ്കിൽ എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഇനി അഥവാ ജോലി തിരക്ക്, നമുക്ക് ഹോളിഡേ ഒന്നും അല്ലാന്ന്, അതുകൊണ്ട് വെളിയിൽ ജോലിക്കൊക്കെ പോകേണ്ടവരുണ്ടാവും. അപ്പം അവരോട് നമുക്ക് ആർക്കാണെങ്കിലും അത് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇതിന് പങ്കെടുക്കണമെന്ന്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ രാവിലെ ഇതുപോലെ ഭഗവാനെ വിചാരിച്ച് പ്രാർത്ഥന കഴിച്ച് കീർത്തനമൊക്കെ ചൊല്ലി അത് കഴിഞ്ഞ് പോവുക. പോകുന്ന വഴിക്കെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇറങ്ങാൻ പറ്റിയ ഇറങ്ങുക. കാരണം ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ഗണേശനുണ്ട് ഇല്ലേ, ഗണപതി ഇല്ലാത്ത ഏതെങ്കിലും ക്ഷേത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കൃഷ്ണൻ്റെ ക്ഷേത്രമാണെങ്കിലും ആരുടെ ക്ഷേത്രമാണെങ്കിലും അതിലൊക്കെ അവിടെ ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയും കൂടെ കാണും. അപ്പോൾ അവിടെ പോയി നമുക്ക് തൊഴാം. പറഞ്ഞില്ലേ, അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാം, അതിൻ്റെ പ്രസാദമൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ
ഭഗവാനെ. പിന്നെ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും നമ്മൾ വെറും കൈയോടെ ചെല്ലരുത്. അവിടുന്ന് ഓഫീസിൽ നിന്ന് വാങ്ങിച്ച് സമർപ്പിച്ചാലും മതി കേട്ടോ, അങ്ങനെയില്ല. ഇനി ഒന്നുമില്ലെങ്കിലും നമ്മുടെ കയ്യിൽ 1 രൂപ നാണയമെങ്കിലും കാണുമല്ലോ, 1 രൂപ നാണയമാണെങ്കിൽ അതെങ്കിലും സമർപ്പിക്കണം. അല്ലാതെ വെറുതെ നമ്മൾ പോയിട്ട് പോരരുത്, അത് മാത്രം ഓർത്താൽ മതി. പിന്നെ പറഞ്ഞല്ലോ, ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. നമ്മൾ പട്ടിണി കിടക്കുകയൊന്നും വേണ്ട. വൈകുന്നേരം ആകുമ്പോഴും ഇതുപോലെ തന്നെ ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് ഇരിക്കുക, അതുമാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. പക്ഷേ ഈ ഗണേശ ചതുർത്ഥിക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതറിയാവുന്ന എന്താ, അന്നത്തെ ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ല. എന്താണെന്നറിയാം, അതിനൊരു കഥയുണ്ട്, അതും കൂടെ പറയാം. കാരണം ഒരു ദിവസം ഈ ഗണേശനുണ്ടല്ലോ വളരെ സന്തോഷമായിട്ട് യാത്രയായി, ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. വാഹനം എന്നതാ, മൂഷികനല്ലേ, മൂഷിക വാഹനല്ലേ, എലിയുടെ പുറത്ത് കയറി അങ്ങനെ പോയി. ഇദ്ദേഹം ഇതേ മോദകമൊക്കെ തിന്ന് വയറൊക്കെ അങ്ങനെ നിറച്ച് അങ്ങനെയല്ലേ പോകുന്നത്. അവസാനം എലിയുടെ പുറത്തുനിന്ന് താഴെ പോയി. എന്നിട്ട് ഇദ്ദേഹത്തിന് എഴുന്നേക്കാനും പാട്, എലിക്ക് വല്ലതും സഹായിക്കാൻ പറ്റുമോ? ഇതിന് സാക്ഷിയായിട്ട് രാത്രിയല്ലാണ്, സാക്ഷിയായിട്ട് ഒരൊറ്റ ആളേ ഉള്ളൂ, നമുക്കറിയാമല്ലോ ആരാ. ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഇങ്ങനെ ചന്ദ്രൻ നിൽപ്പുണ്ട്. ചന്ദ്രൻ ഇത് കണ്ടപ്പം ചിരി വന്നു, ചന്ദ്രൻ ചിരിച്ചു. അത് ഗണേശന് ഭയങ്കര മോശമായിപ്പോയി അല്ലേ, ഗണപതിക്ക് മോശമായിപ്പോയി. ഓ, എന്നെ ഇങ്ങനെ കളിയാക്കിയല്ലോ എന്നൊക്കെ വിചാരിച്ച്. അപ്പം അദ്ദേഹം ശപിച്ചു. ഇങ്ങനെ ഇന്നത്തെ ദൈതി ചതുർത്ഥിയുടെ അന്ന് അങ്ങേ ദർശിക്കുന്നവർക്ക് 2 കാര്യമാണ്. ഒന്ന് അപമാനവും പിന്നെ ധനനഷ്ടവും, രണ്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇനി അതുകൊണ്ട് കഴിയുന്ന നമ്മൾ അത് ചെയ്യണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളെ സംബന്ധിച്ചുള്ള നമ്മളത് ഓർത്തിരുന്നാൽ ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും രാത്രി പോയി ചന്ദ്രനെ നോക്കാൻ പോകണ്ടോ, ഒന്നുമില്ല. പക്ഷേ ഇത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പം നമ്മൾ നോക്കിപ്പോകും അല്ലേ. അത് കഴിയുന്നു അതൊന്നും ഓർക്കണ്ട, അങ്ങനെ വിചാരിക്കുക. അഥവാ ഇനി നോക്കിപ്പോയി അറിയാതെ നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങി, ഗേറ്റ് അടയ്ക്കാനൊന്ന് ഇറങ്ങി, അപ്പം പെട്ടെന്ന് അങ്ങ് നോക്കിയപ്പോൾ അതേ ചന്ദ്രനായിപ്പോയി. അവിടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനെ, എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, എൻ്റെ എന്നെ പിഴ പൊറുക്കണം, എനിക്ക് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും തരണം, ഇങ്ങനെയുള്ളൊരു ദുരവസ്ഥകളൊന്നും എനിക്ക് ഉണ്ടാവരുത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് അനുഭവമൊന്നുമില്ല. ഇങ്ങനെ രാത്രിയിൽ നമ്മുടെ ചന്ദ്രനെ ദർശിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത അപവാദമൊക്കെ നമ്മൾ കേൾക്കുമെന്ന്, അതുപോലെ ധനനഷ്ടം ഉണ്ടാകുമെന്ന്. അപ്പം നമ്മൾ അറിഞ്ഞിരുന്നു, നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്നുകൊണ്ട് അത് വരുത്തി വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് തന്നെ നമ്മൾ ഇത് പറഞ്ഞാൽ ഗണേശനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ. അതിനൊരു മന്ത്രമൊക്കെ ഉണ്ട്, മന്ത്രം അറിയാവുന്നവരധികമില്ല, ഇല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാനെ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അറിയാതെ വന്നു പോയതാണ്, അങ്ങത് മാപ്പാക്കണം, എനിക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തരണം, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഉള്ളുരുകി, അതായത് നമ്മൾ ഏത് കാര്യമാണെങ്കിലും നമ്മൾ മനസ്സിൽ ശരിക്കും വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഏത് പ്രകൃതി ശക്തിയും നമ്മുടെ കൂടെ ഉണ്ടാകും, അതൊരു സത്യമാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാം. അങ്ങനെ ഈ വർഷത്തെ ഗണേശോത്സവം നമുക്കെല്ലാവർക്കും വളരെ നല്ലൊരു അനുഭവമാകട്ടെ. എല്ലാവർക്കും ഭഗവാൻ ഗണേശൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാക്കട്ടെ. നമ്മളുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും ഈ ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറിക്കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.